ഉപ്പുതറ വളകോടിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞ സ്ഥലങ്ങളിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. രണ്ടിടങ്ങളിലായിട്ടാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നലെ വനംവകുപ്പ് ജീവനക്കാർ പൂച്ചപ്പുലിയെ കണ്ടിരുന്നു. എന്നാൽ നാട്ടുകാർ പുലിയാണെന്ന് തറപ്പിച്ച് പറയുന്നതിനാൽ പകലും രാത്രിയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളകോട് സെന്റ് ജോർജ് ദേവാലയത്തിന് പിൻവശത്തുള്ള കുറ്റിക്കാട്ടിലാണ് ആദ്യം പുലിയെ കണ്ടത്. ഞായറാഴ്ച സ്വകാര്യ റിസോർട്ടിലെ തൊഴിലാളിയാണ് പുലിയെ കണ്ടിരുന്നത്. ഇതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പലരും പുലിയെ കാണാനിടയായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്ത് കുറ്റിക്കാട് ഉള്ളതിനാൽ പൂച്ചപ്പുലിയാണെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. എങ്കിലും ഇവിടെ RRT ടീമുകളുടെ പട്രോളിംഗ് ഏർപ്പെടുത്തി. ഇവർ പൂച്ചപ്പുലിയെ കാണുകയും ചെയ്തു. സമീപവാസിയുടെ ഒരു കോഴിയെ പൂച്ചപ്പുലി പിടിക്കുകയും ചെയ്തു. എന്നാൽ പൂച്ചപ്പുലിയെയല്ല, വലിപ്പമുള്ള പുലിയെ തന്നെയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞതോടെ വനം വകുപ്പ് ജനങ്ങൾ പുലിയെ കണ്ടുവെന്ന് അറിയിച്ച സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. ആദ്യ ദിവസം ക്യാമറയിൽ ചിത്രങ്ങളൊന്നും പതിഞ്ഞില്ല. ഇന്നും ക്യാമറ വെച്ച് നിരീക്ഷിക്കുകയും പട്രോളിംഗ് നടത്തുകയും ചെയ്യും. ഉപ്പുതറ വളകോട് ടൗണിന് സമീപത്തായി 50 മീറ്റർ ദൂരത്തായാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായി പറയുന്നത്. നിരവധി വീടുകളുള്ള സ്ഥലത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പണി പൂർത്തിയായി വരുന്ന റിസോർട്ടിന്റെ എതിർവശത്തുള്ള കുറ്റിക്കാട് വെട്ടിത്തിളയ്ക്കുന്നതിനിടയിലാണ് ആദ്യം പുലിയെ കണ്ടത്. ഒന്നിലധികം പേർ പുലിയെ കണ്ടതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ക്യാമറ സ്ഥാപിക്കും. പുലിയെ കണ്ടത് കാട്ടുതീ പോലെ പരന്നതോടെ പ്രദേശം പുലിപ്പേടിയിലാണ്. കാക്കത്തോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പരിശോധന നടത്തി വരികയാണ്. പുലിയുടെ ചിത്രം പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കുമെന്നും ഫോറസ്റ്റർ KN സന്തോഷ് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.